എങ്ങോട്ടെങ്കിലും ഒരുങ്ങി റെഡിയായി പോകാൻ മടിയുള്ള കൂട്ടരാണോ നിങ്ങൾ? ഞാൻ അങ്ങനെ കേട്ടോ. പക്ഷെ ഒരുങ്ങാൻ തുടങ്ങിയ പിന്നെ 2-3 മണിക്കൂർ അങ്ങ് ഒരുങ്ങിക്കോളും. അങ്ങനെ 2-3 ആഴ്ചയായിട്ട് മാറ്റിവെച്ച ഒരു കാര്യത്തിനാണ് ഈ പോക്ക്. പക്ഷേ എൻ്റെ കുഞ്ഞിപ്പണി നേരെ തിരിച്ചാ. അവൾക്ക് പുറത്ത് പോകാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. വന്നു കഴിയുമ്പോൾ ആൾ നല്ല സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്യും. ഇത് ഇങ്ങനൊന്നും അല്ലടേ. ഒരു മോളെ തുണി ഉടുപ്പിക്കാൻ വിയർപ്പൊഴുക്കി കഷ്ടപ്പെടുന്ന ഒരു അപ്പന്റെ പെടാപ്പാടാണ് നിങ്ങൾ കണ്ടത്. അവസാനം എൻ്റെ അടുക്ക കൊണ്ടുവന്നു. നമ്മൾ പിന്നെ എങ്ങനെയൊക്കെ പിടിച്ചിട്ടങ്ങ് ഉടുപ്പിക്കും. ഒരുക്കി എടുക്കുമ്പോഴേ ആൾക്ക് മനസ്സിലാവും പുറത്ത് പോകാനാണ്. പിന്നെ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ആദ്യം പോകുന്നത് ഗിവയുടെ സ്റ്റോറിലോട്ടാണ്. നമ്മൾ ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ കാണുന്ന സെയിം ഡിസൈൻസ് ഒക്കെ തന്നെയായിരുന്നു സ്റ്റോറിലും ഉണ്ടായിരുന്നത്. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഗോൾഡ് പ്ലേറ്റഡ്, സിൽവർ, റോസ് ഗോൾഡ് പ്ലേറ്റഡ് ജ്വല്ലറീസ് ആണ് ഇവിടെ. കളർ പോവാണെങ്കിൽ ലൈഫ് റീപ്ലേറ്റിംഗും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സ്വർണ്ണം ഇടുന്ന അത്ര സേഫ് അല്ലാത്തതുകൊണ്ടാണ് ഇത് ഒരെണ്ണം വാങ്ങിച്ചു വെച്ചത്. ഇത് ഇവിടുത്തെ വലിയൊരു മോള്, ബാങ്ക്വറ്റ് ഹാളിന്റെ ഒക്കെ അടുത്തായതുകൊണ്ട് തന്നെ ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ് രാത്രിയിൽ. ഈ കല്യാണപ്പന്തൽ പോലെ ഒരുക്കി വെച്ചിരിക്കുന്നില്ലേ, ഇതാണ് ബിക്കാനീർ വാലയുടെ ഷോപ്പ്. ഒത്തിരി പാരമ്പര്യമുള്ള ഒരു ഷോപ്പാണിത്. ഇവിടെ സ്വീറ്റ്സ് ആണ് മെയിൻ ആയിട്ട്. പക്ഷെ നമുക്ക് ഇതുപോലെ ഫുഡ് കിട്ടും. സ്വീറ്റ്സിനൊക്കെ നല്ല ക്വാളിറ്റി ആണ്. പക്ഷെ ഫുഡിന് ക്വാണ്ടിറ്റിയും കുറവായിരിക്കും. പക്ഷെ റേറ്റ് പുറത്തേലും കൂടുതലായിരിക്കും. ഇവിടെ മിക്കപ്പോഴും ഇതുപോലെ സ്റ്റോൾസ് ഒക്കെ കാണും. ഞാൻ നോക്കി നടന്ന ഒരു ക്ലിപ്പ് ആട്ടോ ഇത്. ഇത് എങ്ങനെയാണെന്നുള്ള ഞാൻ പിന്നീട് വീഡിയോ കാണിക്കാം. കുഞ്ഞിപ്പെണ്ണ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അവൾ ഒത്തിരി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫ്ലാറ്റിൽ തന്നെ ഇരിക്കുമ്പോൾ കുഞ്ഞും മടുക്കുമല്ലോ. അതുകൊണ്ട് അവൾ ഭയങ്കര സഹകരണമാണ്.